Hi everyone, I am Reshma PK, Assistant Professor in AML Department. So let us start our part 2 of Module 1 FOC, Foundations of Computing from Hardware Essential to Web Design. So in our first part, we have discussed about the computer, what is a computer, where it is using, applications of that computer, everything. അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടൊരു കമ്പ്യൂട്ടർ എന്താണെന്നുള്ളതും അത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ആരൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ യൂസസ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇതിനെ പറ്റിയിട്ട് ചെറിയൊരു പോർഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു, പാർട്ട് 1 പഠിച്ചു. ഇനി ഇതിൻ്റെ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ, ഒരു കമ്പ്യൂട്ടറിനകത്ത് എന്തൊക്കെ പാർട്സ് വരുന്നുണ്ട്, എന്താണ് ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ എന്തൊക്കെ ചേർന്നതാണ് ഒരു കമ്പ്യൂട്ടർ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും, ഒരു ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? അറ്റ്ലീസ്റ്റ് ഇപ്പോൾ എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നത് കൊണ്ട് സോഫ്റ്റ്വെയർസ് എന്നുള്ളതെങ്കിലും കേട്ട് കാണും. സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യണം എങ്കിലാണ് ഒരു ഫോണിൽ വർക്ക് ആവുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് മിനിമം സോഫ്റ്റ്വെയർ എന്നുള്ള വാക്കെങ്കിലും കേട്ടിട്ടുണ്ടാവും. അപ്പം നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് വരുന്ന മെയിൻ 4 പാർട്സ് എന്ന് പറയുന്നത് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റ ആൻഡ് യൂസർ. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഹാർഡ്വെയർസ് ആണ്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഫിസിക്കൽ പാർട്സ് ഓഫ് ഫിസിക്കൽ കമ്പോണൻറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ. അതാണ് കമ്പ്യൂട്ടറിൻ്റെ നമുക്ക് ഫിസിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ എന്താ, ടച്ചബിൾ അല്ലേ? ടച്ച് ചെയ്യുമ്പോൾ ഫിസിക്കലി നമുക്ക് കാണാനും തൊടാനും ഒക്കെ പറ്റുന്ന പാർട്സിനെയാണ് നമ്മൾ ഹാർഡ്വെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് മെക്കാനിക്കൽ ഡിവൈസസ് ഇൻ ദ കമ്പ്യൂട്ടർ, anything that can be touched, we can feel അല്ലേ? അപ്പം നമ്മൾക്ക് എന്താണ്, ഒരു മൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊടാൻ പറ്റും അല്ലേ? കീബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാൻ പറ്റും. അതുപോലെ മോണിറ്റർ നമുക്ക് തൊടാൻ പറ്റും, CPU എന്ന് പറയുന്നത് തൊടാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെ ഉള്ള എക്സ്റ്റേണലി നമ്മൾക്ക് ടച്ചബിൾ ആയിട്ടുള്ള, നമുക്ക് കാണാൻ പറ്റുന്നതും തൊടാൻ പറ്റുന്നതും ആയിട്ടുള്ള മെക്കാനിക്കൽ പാർട്സ് ആണ് എന്ത്, ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എല്ലാം വരും. ഇപ്പോൾ ഒരു സിസ്റ്റത്തിനകത്ത് നമ്മൾ എന്തൊക്കെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നു അതൊക്കെ അതിൻ്റെ എന്താണ്, ഹാർഡ്വെയർ പോർഷൻസ് ആണ്. ഓക്കെ, മെയിൻലി ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ആണല്ലോ. അപ്പം നെക്സ്റ്റ് വൺ സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ ഈസ് ദ ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ടെൽ ദ ഹാർഡ്വെയർ വാട്ട് ടു ഡു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത് ടച്ചബിൾ അല്ലേ, നമ്മൾ അങ്ങനത്തെ പോർഷൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ഹാർഡ്വെയർ എന്തൊക്കെ ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. വിച്ച് ക്യാൻ നോട്ട് ബി touchable, it can be feel, can be understood. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ എന്തൊക്കെയാണ് ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഹാർഡ്വെയർസ് എല്ലാം കൂടി ചേർന്നാണ് കമ്പ്യൂട്ടർ തന്നെ അല്ലേ? അപ്പോൾ ആ കമ്പ്യൂട്ടറിന് എന്തൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഹാർഡ്വെയർസ് എന്തൊക്കെയാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതിനെയാണ് നമ്മളിങ്ങനെ പറയുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം അല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ പ്രോഗ്രാം എന്നുള്ളത്? നിങ്ങളിപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും ഒരു പ്രോഗ്രാം എന്താണെന്നുള്ളതോ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഇത് ആ ഒരു പ്രോഗ്രാമിനെയും അല്ലാച്ച നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിന് ഏത് രീതിയിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ എന്തിനാണെങ്കിലും നമ്മൾ അതിനൊരു സോഫ്റ്റ്വെയർ എന്ന് പറയും. കാണാൻ പറ്റില്ല, എന്താണ്, ക്യാൻ ടച്ച്, ഇറ്റ് ഈസ് ദ ഇൻസ്ട്രക്ഷൻസ്, അതിനെയാണ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് തൗസൻഡ്സ് ഓഫ് ലൈൻസ് ഓഫ് കോഡ്സ് ഉണ്ടാവും, അങ്ങനെ പ്രോഗ്രാംസ് ഉണ്ടാവാം, അങ്ങനെയുള്ളതിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, ഡാറ്റ. ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, ഓൾറെഡി പറഞ്ഞു കമ്പ്യൂട്ടർ എന്താണ്, which is an electronic device which converts raw data into information എന്ന് പറഞ്ഞു അല്ലെ? അപ്പോൾ ഈ ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, പീസസ് ഓഫ് ഇൻഫർമേഷൻസ്, ഡാറ്റ അല്ല, ഒരു മെസ്സി ആയിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് ഡാറ്റ. ആ ഒരു ഡാറ്റയാണ്, ആ ഒരു ഇൻഫർമേഷൻസിനെ എന്ത് നമ്മൾ കമ്പ്യൂട്ടറിനകത്തേക്ക് കൊടുത്ത് അല്ലേ, അതിനകത്തേക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. ഡാറ്റ, റോ ഫാക്ട്സ് പ്രോസസ്ഡ് ഇൻ ടു ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ നമ്മളുടെ
അതായത് റോ ഫാക്ട്സിനെയാണ്, അതായത് ആ ഒരു ഡാറ്റ ആണ് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്ക് എന്തിൻ്റെ ഔട്ട്പുട്ട് ഇൻഫർമേഷൻ ആയിട്ടുള്ളത്, അതായത് മീനിങ് ഫുൾ ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം അതാണ് ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ യൂസേഴ്സ്. യൂസേഴ്സ് എന്ന് പറയുന്നത് എന്താ? യൂസർ എന്ന് പറയുന്നത് the people who using the computer are known as users അല്ലേ? ആ കമ്പ്യൂട്ടറിനെ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന, അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന, അതിനകത്തുനിന്ന് ഔട്ട്പുട്ട് എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? The user means pupils who interact with the computers. Among these the user is the most important because they control the system. ഓക്കെ, കാരണം എന്താണ്? ആ യൂസറാണ് എന്തൊക്കെയാണ് ആ ഒരു സിസ്റ്റം ചെയ്യേണ്ടത്, ആ കമ്പ്യൂട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് വർക്ക് ചെയ്യേണ്ടത്, ഏത് തരത്തിലാണ് അത് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് കൺട്രോൾ, കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ്? ഈ ഒരു സിസ്റ്റമാണ് അല്ല, ഒരു യൂസറാണ്. അപ്പോൾ യൂസറാണ് ഇതെല്ലാതും മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് സൈക്കിൾ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾ ഡാറ്റ പ്രോസസ്സ് ചെയ്ത് ഡാറ്റ അതിനകത്തേക്ക് കൊടുത്ത് യൂസ്ഫുൾ മീനിങ് ഫുൾ ഇൻഫർമേഷൻ ആയിട്ടാണ് നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ആ ഒരു സിസ്റ്റത്തിനകത്തേക്ക് എങ്ങനെയാണ് ഒരു ഇതൊക്കെ കൊടുക്കുന്നത്, ഡാറ്റ കൊടുക്കുന്നത്, അത് എങ്ങനെയൊക്കെയാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾക്കത് ഈ മീനിങ് ഫുൾ ഇൻഫർമേഷൻ ആയിട്ട് കിട്ടുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഒരു സിസ്റ്റത്തിനകത്ത് എങ്ങനെയാണ് ഇതൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത്, അതിൻ്റെ എങ്ങനെയാണ് വർക്കിംഗ് സൈക്കിൾ എന്നുള്ളത് ചോദിച്ചതിൻ്റെ വെച്ചാൽ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് ഈ പറയുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇൻപുട്ട്. അതായത് ഡാറ്റ എന്താണോ നമ്മൾ കൊടുക്കാൻ പോകുന്നത്, നമ്മൾ എന്താണോ അതിനകത്തോട്ട് പറയുന്നത് ഇൻപുട്ട് ചെയ്യണം, അത് പ്രോസസ്സ് ചെയ്യുന്നു, ഔട്ട്പുട്ട് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ 4 പ്രോസസ്സിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇൻപുട്ട്, പ്രോസസ്സിംഗ്, ഔട്ട്പുട്ട്, സ്റ്റോറേജ്. ഓക്കെ, അപ്പം എന്താണ് ഈ സൈക്കിൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ടിട്ട് ഫിനിഷ് ചെയ്യുന്നത് വരയ്ക്കും വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ സൈക്ലിംഗ് ആണ് ഈ പറയുന്നത്. ഓക്കെ, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എസെൻഷ്യൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. സോറി. അപ്പോൾ the hardware of a computer can be categorized into 4 groups. ഓക്കെ, നമ്മൾക്ക് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെ പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ തന്നെ ഹാർഡ്വെയറിനെ തന്നെ നമുക്കൊരു 4 പാർട്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്. ഇതിനകത്ത് ഈ ഫിഗറിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്, മെമ്മറി യൂണിറ്റ് ഉണ്ട്, IO യൂണിറ്റ്സ് ഉണ്ട്, സ്റ്റോറേജ് യൂണിറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഹാർഡ്വെയറിനകത്ത് തന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ തന്നെ നമ്മൾക്ക് അങ്ങനെ ഗ്രൂപ്പ്സ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? പ്രോസസ്സിംഗ് ഡിവൈസസ്. പ്രോസസ്സിംഗ് ഡിവൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ എന്താ? ഇറ്റ് പെർഫോംസ് കാൽക്കുലേഷൻസ് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ CPU ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ CPU ആണ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് CPU എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ. അപ്പോൾ ഈ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? മെയിൻ ആയിട്ടുള്ള കാൽക്കുലേഷൻസ്, ലോജിക്കൽ ഓപ്പറേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ആസ് ബ്രെയിൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ. ദെൻ ഇറ്റ് ക്യാരീസ് ഔട്ട് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ പ്രോഗ്രാം ആൻഡ് മാനിപ്പുലേറ്റ് ദ ഡാറ്റ. മോസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ഹാവ് സെവറൽ പ്രോസസ്സസ്. അതായത് ഒരു പ്രോസസ്സിലല്ല അത് നിൽക്കുന്നത്. ഇപ്പോൾ മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് റൺ ചെയ്യണം, മൾട്ടിപ്പിൾ ഇൻഫർമേഷൻസ് നമ്മൾക്ക് അവിടെ തന്നെ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ട് വെച്ചാൽ എന്താണ്? മൾട്ടിപ്പിൾ പ്രോസസ്സസ് ആണ് ഒരു സിസ്റ്റത്തിനകത്ത് ഒറ്റ ടൈം റൺ ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കും. ഇപ്പോൾ ഇത് ബേസിക് ആയിട്ട് മനസ്സിലാക്കുക. ഒരു പ്രോഗ്രാം ആയിരിക്കില്ല, കുറേ പ്രോസസ്സിന് വേണ്ടി ഡിഫറെൻറ്റ് പ്രോസസ്സിന് വേണ്ടി ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ പ്രോസസ്സുകളായിരിക്കും ഒരു സിസ്റ്റത്തിനകത്ത് റൺ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അതിനകത്ത് പ്രൈമറി പ്രോസസ്സ് ഉണ്ടാവാം, സെക്കൻഡറി പ്രോസസ്സ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സസ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് മെയ്ഡ് അപ്പ് ഓഫ് സിലിക്കൺ ആൻഡ് കോപ്പർ. ഇത് വെച്ചിട്ടാണ് പ്രോസസ്സേഴ്സ് നമ്മൾ ഇതിനകത്ത് ബിൽഡ് ചെയ്തിരിക്കുന്നത്, പ്രോസസ്സറുകളിൽ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് മെമ്മറി ഡിവൈസസ്.
അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് മെമ്മറി ഡിവൈസസ് ആണ്. അപ്പോൾ ഈ മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ നമ്മളുടെ ഹ്യൂമൻ മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ എന്താണ് നമ്മൾ അതിനകത്താണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്ലെ. നമ്മൾ ആ മെമ്മറിയിൽ നിന്ന് ഓർത്തെടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. സെയിം വേ കമ്പ്യൂട്ടറിനകത്ത് ഓരോ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് എന്താണ് മെമ്മറി യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നത്. മെമ്മറി ഡിവൈസസ് സ്റ്റോഴ്സ് ഡാറ്റ ഓർ പ്രോഗ്രാമോ ഡാറ്റയോ ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെമ്മറി ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. അത് രണ്ട് തരത്തിലുണ്ട് മെമ്മറി ഡിവൈസസ്. റാൻഡം ആക്സസ് മെമ്മറി റാം ആൻഡ് റോം. റോം എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ റീഡ് ഓൺലി മെമ്മറി, റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി. റോം ആണ് പെർമനന്റ് മെമ്മറി. അതായത് നമ്മുടെ പ്രോസസ്സറിനകത്ത് ഉള്ള പെർമനന്റ് മെമ്മറി ആണ്. അത് പെർമനന്റ് സ്റ്റോറേജ് ഓഫ് പ്രോഗ്രാംസ് ആണ്. ഹോൾസ് ദ കമ്പ്യൂട്ടർ ബൂട്ട് ഡയറക്ഷൻസ്. അപ്പോൾ ഒരു സിസ്റ്റം ബൂട്ട് ഡയറക്ഷൻസ് എന്ന് പറഞ്ഞാൽ ബൂട്ട് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് ഒരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പ് എന്താണെങ്കിലും ഓൺ ആയി വരുന്ന പ്രോസസ്സിനെയാണ് ബൂട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ബൂട്ട് പ്രോസസ്സ് അതായത് സിസ്റ്റം ഓൺ ആവുന്ന വെറുതെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ തനിയെ അത് ഓൺ ആവുമല്ലോ. കാരണം അതിനകത്ത് ഇത്രയും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം. അപ്പോൾ അതിനകത്ത് അതിന് വേണ്ടി തന്നെ കുറേ പ്രോഗ്രാംസ് നമ്മൾ സ്റ്റോർ ചെയ്യണം. അപ്പം അങ്ങനെയുള്ള എപ്പോഴും പെർമനൻ്റ് ആയിട്ട് അതിനകത്ത് വേണ്ട അങ്ങനെയുള്ള കുറേ പ്രോഗ്രാംസ് ഉണ്ട് ഒരു സിസ്റ്റം വർഗ്. അതെല്ലാതും ഏതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് റോമിനകത്താണ്. അപ്പം നമ്മൾ സിസ്റ്റം ഓൺ ചെയ്യുന്ന സമയത്ത് റോമിനകത്ത് നിന്നായിരിക്കും ഈ പ്രോഗ്രാംസ് എല്ലാം ക്യാപ്ചർ ചെയ്ത് ഈ സിസ്റ്റം ബൂട്ടായി റണ്ണായി ഓൺ ആയിട്ട് വരുന്നത്. അപ്പം അങ്ങനെയുള്ള കുറേ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പെർമനൻറ്റ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമ്മൾ റോം യൂസ് ചെയ്യുന്നത്. റീഡ് ഓൺലി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് വി കാനോട്ട് എഡിറ്റ് ഓർ ചേഞ്ച് ദാറ്റ് പ്രോഗ്രാംസ്. അതുകൊണ്ടാണ് റീഡ് ഓൺലി എന്ന് പറയുന്നത്. നമുക്കത് റീഡ് ചെയ്യാൻ കാണാൻ മാത്രമേ വായിക്കാൻ മാത്രമേ പറ്റുള്ളൂ. വി കാനോട്ട് ചേഞ്ച് ദാറ്റ് റൈറ്റ്. അതിനകത്തേക്ക് കൂടുതൽ അഡീഷണൽ റൈറ്റ് ചെയ്യാൻ പറ്റില്ല, എഡിറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, റീപ്ലേസ് ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റോമാണ് പെർമനൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ഡിവൈസ് മെമ്മറിയാണ് അത്. പിന്നെ ഒന്നുള്ളത് എന്താണ് റാം, റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം ആക്സസ് പറഞ്ഞിട്ട് അതിന് ആ പേരിൽ തന്നെ അത് ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് എന്താണ് ഡിഫൈൻഡ് ആണ്. നമുക്കത് റാൻഡംലി അതിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മളുടെ പ്രോസസ്സിന് ആവശ്യമാവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അതിനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമുക്ക് കറൻ്റ് റൺ ചെയ്യണ പ്രോഗ്രാമിൻ്റെ ഡാറ്റയോ പ്രോഗ്രാംസോ ഇൻസ്ട്രക്ഷൻസോ എന്ത് വേണമെന്നുണ്ടെങ്കിലും അതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, അതിനകത്തേക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് വോളറ്റൈൽ മെമ്മറി ആണത്. ഓക്കെ, മോർ റാം റിസൾട്ട്സ് ഇൻ ഫാസ്റ്റ് സിസ്റ്റംസ്. റാം കൂടുതലുള്ള സൈസ് ഓഫ് റാം, അതായത് ഇപ്പോൾ റോമിൻ്റെയും റാമിൻ്റെയൊക്കെ സൈസുകളുണ്ട്. അപ്പോൾ അതൊക്കെ GB MB അങ്ങനെയൊക്കെ നിങ്ങൾ അതൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ ഓൾറെഡി. ഇത്ര GB സ്റ്റോറേജ് ഉണ്ട് നിങ്ങളുടെ ഫോണിലൊക്കെ തന്നെ കേട്ടിട്ടുണ്ടാവില്ല. അതേ സെയിം തിങ് തന്നെയാണ്. അപ്പോൾ അത് സ്റ്റോറേജിന് എന്തായിരിക്കും സൈസും കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് റാമിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്താണ് നമുക്ക് കൂടുതൽ സ്പേസ് അവിടെ കിട്ടുകയാണ്. റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും റീപ്ലേസ് ചെയ്യാനും കൂടുതൽ ഡാറ്റ സ്റ്റോർ ചെയ്യാനും എല്ലാറ്റിനും വേണ്ടിയിട്ട് നമുക്ക് അവിടെ സൈസ് കിട്ടണം. അപ്പോൾ ഈ സൈസ് കൂടുതൽ കിട്ടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്താണ് അവിടെ ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ റണ്ണിങ് അല്ലാന്ന് വെച്ചാൽ പ്രോസസ്സിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത് എന്താണ് കൂടുതൽ ഫാസ്റ്ററായിട്ട് തീരും. ഓക്കെ, ഇതൊക്കെയാണ് രണ്ട് തരത്തിലുള്ള മെമ്മറി ഡിവൈസസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ എന്താണ്, ഇതിനകത്ത് ഒരു സിസ്റ്റത്തിനകത്തേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കണം അല്ലെ. നമ്മളൊരു അല്ലെങ്കിൽ ഒരു ഡാറ്റ കൊടുത്താലാണ് നമ്മൾക്കൊരു അതിൽ നിന്ന് ഇൻഫർമേഷൻ. അപ്പം നമ്മൾ അങ്ങോട്ട് ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഡാറ്റ, ഒരു യൂസർ കൊടുക്കുന്ന ഡാറ്റയാണ് ഇൻപുട്ട് ഡാറ്റ എന്ന് പറയുന്നത്. സിസ്റ്റം നമുക്ക് ഇങ്ങോട്ട് തരുന്നതിന് എന്ത് പറയുന്നത്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇൻപുട്ട് ആയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നമ്മളുടെ ഹാർഡ്വെയർ പാർട്സിനെയൊക്കെ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നു. നമുക്ക് ഔട്ട്പുട്ടായി കിട്ടുന്നതിനൊക്കെ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻപുട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, കീബോർഡ്, മൗസ്, ഇതൊക്കെ എന്താ നമ്മുടെ ഇൻപുട്ട് ഡിവൈസസ് ആണ് അല്ലേ. അലോ യൂസർ ടു ഇൻട്രാക്ട്, നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. നമ്മളിത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ട് വെച്ചാൽ നമ്മൾ എന്താണ് ഈ മൈക്കൊക്കെ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്, അതാണ് അങ്ങോട്ട് കിട്ടുന്നത് അല്ലേ. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഡാറ്റ നമ്മൾ എന്തെങ്കിലും എൻ്റർ ചെയ്ത് കൊടുക്കുക, ബ്രൗസ് ചെയ്യാനൊക്കെ നമ്മൾ കീബോർഡിനകത്ത് എൻ്റർ ചെയ്യുന്നു. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫയൽ ഓപ്പൺ ചെയ്യാനാണെന്ന് നമ്മൾ മൗസ് ഉപയോഗിച്ചിട്ട് ക്ലിക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതിന് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഈ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നതിനെല്ലാം നമുക്ക് തിരിച്ച് റിപ്ലൈ ആയിട്ട് വരുന്നത് ഏത് വഴിയാണ്,
മോണിറ്ററിൽ കൂടെയാണ് അല്ലേ. നമ്മൾ മോണിറ്ററിൽ കൂടെ നമുക്ക് നമ്മുടെ മോണിറ്ററിലാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെച്ചാൽ നമ്മളൊരു പ്രിന്റ് ഒക്കെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആക്ഷണൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്യാൻ, അല്ലാന്നുണ്ടെച്ചാൽ നമ്മൾ ഒരു പാട്ട് പ്ലേ ചെയ്യാനാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യാനാണ് കൊടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ വീഡിയോ അതിൻ്റെ കൂടെ തന്നെ ഓഡിയോ കേൾക്കുന്നത് സ്പീക്കറിൽ കൂടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള മോണിറ്റർ, പ്രിന്റർ, അതുമാതിരി സ്പീക്കർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസസ് ആയിട്ട് കിടക്കുക. ഓക്കെ, ഇപ്പം ചില ഡിവൈസസ് ഉണ്ട് അത് ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഏതാണ് ടച്ച് സ്ക്രീൻസ് ഒക്കെയാണ്. അപ്പോൾ ടച്ച് സ്ക്രീൻ അതാണ് നമ്മുടെ എന്ത് വരുന്നത്, നമ്മുടെ സ്മാർട്ട് ഫോണിലൊക്കെ വരുന്ന ടച്ച് സ്ക്രീൻ. നമ്മൾ അതിനകത്ത് ടച്ച് ചെയ്തിട്ടാണ് ഇൻപുട്ട് കൊടുക്കുന്നത്, അതിൽ കൂടെ തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ടും കിട്ടുന്നത്. ഓക്കെ, എസെൻഷ്യൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ എന്താണ്, സ്റ്റോറേജ് ഡിവൈസസ് ആണ്. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് കഴിഞ്ഞ അടുത്തത് എന്താ, സ്റ്റോറേജ് ഡിവൈസസ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു മെമ്മറി യൂണിറ്റ്സ് അതിനകത്തുണ്ട് എന്നുള്ളത് അല്ലേ. മെമ്മറി യൂണിറ്റ്സ് ഓൾറെഡി അതായത് കോർ പാർട്സ് ആയിട്ട് ഹാർഡ്വെയർ പാർട്ടായിട്ടുണ്ട്. അതല്ലാതെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനകത്ത് എസെൻഷ്യൽ ആയിട്ട് വേണ്ട ഒരു സംഭവമാണ് എന്ത്, റാമിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾക്ക് വർക്കിംഗ് എന്തായിരിക്കും, ഫാസ്റ്റർ ആയിരിക്കും, കൂടുതൽ കോംപ്ലക്സ് ആയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ പ്രോസസ്സേഴ്സ്, കൂടുതൽ പ്രോഗ്രാംസ് അറ്റ് എ ടൈം റൺ ചെയ്യിപ്പിക്കാനും ഒക്കെ നമ്മൾക്ക് എന്താണ് ഈ റാം സൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കൂട്ടുന്നത് എങ്ങനെയാണ്, നമ്മൾ അഡീഷണൽ റാംസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് ഇൻക്രിമെൻറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത്. അപ്പോൾ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ഡിഫറെൻറ്റ് റാംസ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെച്ചാൽ അപ്പോൾ എന്തൊക്കെയാണ് പലതരത്തിലുള്ള സ്റ്റോറേജ് ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ ഫ്ലോപ്പി ഡിസ്ക്, അങ്ങനത്തെ ഡിസ്ക് യൂണിറ്റ്സുകളും ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാഗ്നറ്റിക് സ്റ്റോറേജും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പണ്ട് യൂസ് ചെയ്തത്. പക്ഷേ ഇപ്പോഴൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടാണ് എന്ത്, നമ്മളെ ചിപ്പുകളാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് അല്ലെ. മുന്നേ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം അങ്ങനെ ICs അധികം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മുന്നേ. അപ്പോൾ ഡിസ്കുകളും മാഗ്നറ്റിക് ടേപ്സ്, CD ഡ്രൈവ്സ്, DVD ഡ്രൈവ്സ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിനകത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ എന്താണ് വളരെ കുറവായിട്ടാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. CD-ക്കകത്താണെങ്കിലും DVD-യിലാണെന്നുണ്ടെങ്കിലും മാഗ്നറ്റിക് ടേപ്സ് ആയിട്ട് ഫ്ലോപ്പി ഡിസ്കിലാണെങ്കിലും എല്ലാറ്റിനകത്തും നമുക്ക് വളരെ കുറവ് ഡാറ്റയാണ് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ICs യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മൾ കൂടുതൽ ഡാറ്റ സ്റ്റോറേജിന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, SSD ഒക്കെയാണ്. ഇപ്പോൾ HDD ഉണ്ട്, ഹാർഡ് ഡിസ്ക് ഉണ്ട്, SSD ഉണ്ട്. അപ്പം നമ്മൾ അതൊക്കെ അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പം അതിൻ്റെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഈ സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സ്റ്റോറേജ് ഡിവൈസസ് എല്ലാതും നമ്മുടെ സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, അപ്പോൾ ഹാർഡ്വെയർ എന്തൊക്കെയാണ് ഹാർഡ്വെയർ പാർട്സ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ നോക്കി. ഇനി എന്താണ്, ഇത് സോഫ്റ്റ്വെയർസും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയർസ് ടെൽസ് ദ കമ്പ്യൂട്ടർ വാട്ട് ടു ഡു എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. ഒരു സോഫ്റ്റ്വെയർ എന്താണ് ഒരു കമ്പ്യൂട്ടർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് പറയുന്നത് സോഫ്റ്റ്വെയർ ആണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടത്, അതിൻ്റെ ഒപ്പം തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഈ രണ്ട് സോഫ്റ്റ്വെയർസും കൂടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും അല്ലേ. ആ ഒരു അതായത് അലോങ് വിത്ത് ദ കമ്പ്യൂട്ടർ ആണ്. ഇൻബിൽട്ട് ആയിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. അത് എക്സ്ട്രാ അഡീഷണലി നമ്മളുടെ ഓരോ പർപ്പസിനനുസരിച്ചിട്ട് ചില സമയങ്ങളിൽ നമ്മൾക്ക് കൂടുതൽ സോഫ്റ്റ്വെയർസ് പർച്ചേസ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ നമ്മളുടെ സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണെന്നുള്ളത് ഫസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, സിസ്റ്റം സോഫ്റ്റ്വെയർ വിച്ച് കൺട്രോൾസ് ഹാർഡ്വെയർ ആൻഡ് ഇൻക്ലൂഡ്സ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ ഇങ്ങനെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ പറഞ്ഞു ബൂട്ട് പ്രോഗ്രാമിംഗ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ആ ബൂട്ട് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നതൊക്കെ എന്താണ്, സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആണ്. അതിനകത്ത് തന്നെ ബേസിക് ആയിട്ടൊരു കമ്പ്യൂട്ടർ റൺ ചെയ്യണം, അല്ലെങ്കിൽ ബേസിക് ആയിട്ടൊരു കമ്പ്യൂട്ടർ വർക്ക് ആവണമെന്നുണ്ടെച്ചാൽ വേണ്ട ഇൻബിൽട്ട് ആയിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഉണ്ടാവും. ഇതിനെയൊക്കെയാണ് എന്ത് പറയുന്നത്, നമ്മളുടെ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയർ ആക്കിയിട്ട് നമ്മൾ അതിനെ എടുത്ത് വെക്കുന്നത്.
മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ വിൻഡോസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. വിൻഡോസ്, ലിനക്സ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളിപ്പോൾ വിൻഡോസ് ഏതാണ് യൂസ് ചെയ്യുന്നത്? 10, 11 ഇത് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? വിൻഡോസ് XP, വിൻഡോസ് സെർവർ, അങ്ങനെ ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഓരോ എക്സാമ്പിൾസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ട് ഓരോരോ വിൻഡോസ് ഇപ്പോൾ നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നിട്ടുണ്ടെന്ന് ഫോണിലൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഒരു ഇൻറ്റിമേഷൻ ഇടയ്ക്ക് വരാറുണ്ട് അല്ലെ, നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതെടുത്തിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ലേറ്റർ കൊടുക്കും. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഫോൺ വീണ്ടും അത് റിലയബിൾ ആയിട്ട് വർക്ക് ആവാറുള്ളൂ അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർസ് കുറേ സോഫ്റ്റ്വെയർസ് ഇൻബിൽട്ട് ആയിട്ടുള്ളതുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പണ്ടും ഓരോന്ന് 2007 വിൻഡോസ് XP ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ ഏറ്റവും പഴയ ഒരു OS ആണ്. അതിൽ നിന്ന് പിന്നെ എന്തായി 2003 വന്നു, 7 വന്നു, അത് കഴിഞ്ഞപ്പോൾ ഇപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നത് 10, 11 അങ്ങനെ ഓരോ പുതിയ പുതിയ ലേറ്റസ്റ്റ് വേർഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ ബേസിക് ആയിട്ട് ആ ഒരു ഇതിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി ആ ഒരു ഹാർഡ്വെയർ പോർഷൻസിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ, കൺട്രോൾ ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ട് ചില ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ആപ്ലിക്കേഷൻ ലെവൽക്കുള്ളതാണ്. അപ്പം നമ്മളൊരു സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്ക് കൂടുതൽ നമ്മൾ എന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് അതിനകത്ത് എന്തൊക്കെ വേണം, അതായത് ഇപ്പോൾ ആ ഒരു സിസ്റ്റം യൂസ് ചെയ്ത് ആ ഒരു ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് നമ്മൾ എന്തൊക്കെയാണോ കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് പെർഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾക്ക് എന്തൊക്കെയാണോ ആ ഒരു സിസ്റ്റത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് എന്നുള്ളത് അഡീഷണലി നമ്മൾക്ക് വേണ്ട എല്ലാ പെർഫോമൻസിനും വേണ്ടിയിട്ട് അഡീഷണലി നമ്മൾ കുറച്ച് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് പർച്ചേസ് ചെയ്ത് വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെല്ലാതും എന്താ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ടുള്ളതുണ്ട്, കോസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്, അങ്ങനെയുള്ള കുറച്ച് സോഫ്റ്റ്വെയർസ് വാങ്ങിയിട്ട്. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ യൂഷ്വലി യൂസ് ചെയ്തിട്ടുണ്ടല്ലോ എന്താണ് ആപ്ലിക്കേഷൻ MS വേർഡ്, എക്സ്, അപ്പോൾ അതൊക്കെ ഉണ്ടല്ലോ. MS ഓഫീസിൻ്റെ ആപ്ലിക്കേഷൻസ് എല്ലാം ഓഫീസ് നമ്മൾ എന്ത് ചെയ്യണം, ബൈ ചെയ്യണം. ഓക്കെ, അതായത് നമ്മൾക്ക് വിച്ച് ഹെൽപ്പ് യൂസേഴ്സ് പെർഫോം ടാസ്ക്, നമ്മൾ ഒരു യൂസറിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡീഷണലി നമ്മൾ ചെയ്യണത് ആണ് എന്ത് ഈ സോഫ്റ്റ്വെയർസ്. ഇപ്പോൾ നിങ്ങൾ എക്സാമ്പിളായിട്ട് ഫോണിലൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫോണിൽ GPay ചെയ്യണമെങ്കിൽ എന്താ GPayയുടെ സോഫ്റ്റ്വെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം അല്ലേ. അതേപോലെ തന്നെ ഫ്ലിപ്കാർട്ടിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് അല്ലെ, ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നമുക്ക് എന്താണ് പ്ലേ സ്റ്റോറിനകത്ത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അങ്ങനെ പറ്റാതെ കോസ്റ്റ് കൊടുത്ത് പൈസ കൊടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്ത് സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്ത് വേണം എന്ത് നമ്മളുടെ പല ആപ്ലിക്കേഷൻസും പെർഫോം ചെയ്യാൻ. കാരണം ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ചിലപ്പോൾ നമുക്ക് അതേമാതിരി ഇതൊക്കെ ആൻറ്റിവൈറസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും എക്സ്റ്റേണലി. അപ്പോൾ അതൊക്കെ എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. നമ്മുടെ ഓരോരോ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യണമെന്ന് വെച്ചാലും ഓരോ സോഫ്റ്റ്വെയർസ് നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിനെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഒരു കമ്പ്യൂട്ടറിനകത്ത് എന്തൊക്കെ പാർട്സ് ഉണ്ട്, അത് എന്തൊക്കെയാണുള്ളത്, ഏതൊക്കെ യൂണിറ്റ്സ് ആണ് ഉള്ളത് എന്നുള്ളത് നോക്കി അതിൻ്റെ മെയിൻ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, IO ഡിവൈസസ് ഉണ്ട്, യൂസർ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നോക്കി അപ്പോൾ എന്തൊക്കെയാണ് ഹാർഡ്വെയർ എന്ന് പറഞ്ഞാന്നുള്ളത് നോക്കി അല്ലേ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ വിസിബിൾ ആൻഡ് ടച്ചബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ ഈ ഹാർഡ്വെയർസിനെയൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ട ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലേ, പ്രോഗ്രാംസിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. IO ഡിവൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ നമ്മൾക്ക് ഇൻപുട്ടായിട്ടും ഔട്ട്പുട്ടായിട്ടും കിട്ടേണ്ട കാര്യങ്ങൾ ഏതിൽ കൂടെയൊക്കെയാണോ വർക്ക് ചെയ്യുന്നത് അതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. ദെൻ ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ട സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി അല്ലേ. സോഫ്റ്റ്വെയർ പോർട്സ് എന്തൊക്കെയാണുള്ളത്, സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട് എന്ന് പറഞ്ഞു. യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ ആരാണ്, പീപ്പിൾ ഹു ആർ ഇന്ററാക്ടിങ് വിത്ത് ദ കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ നമ്മൾ പാർട്ട് 2-ൽ ഇത്രയും കാര്യങ്ങളാണ് കവർ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ പഠിക്കാം. ഓക്കെ, അതുവരെയ്ക്കും see you.